എല്ലാവർക്കും നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമുക്ക് നമ്മുടെ 4 മണി പലഹാരമായ പരിപ്പ് വട എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതാണ് ഈ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ ഒത്തിരി നല്ലതാണ്. കാരണം അതിൽ ഒത്തിരി പ്രോട്ടീൻ കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള ഒരു പലഹാരമാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അറിയില്ലാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. ടുഡേ വി ആർ ഗോണ മേക്ക് ദാൽ വട. ലെറ്റ്സ് സീ ഹൗ ടു മേക്ക് ഇറ്റ്. ഇത് ഞാൻ കടലപ്പരിപ്പ് 4 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് വച്ചിരിക്കുന്നതാണ്. ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇത് അരയ്ക്കുമ്പോൾ ഓവറായിട്ട് അരയ്ക്കരുത്. നമ്മൾ തരിതരികളായിട്ടാണ് അരച്ചെടുക്കുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് മുഴുവൻ ദാളും നമ്മളിടുന്നതായിരിക്കും. അതിന് വേണ്ടി നമുക്ക് ഒരു കപ്പല്ല, ഒരു തവി ദാൾ മാറ്റി വയ്ക്കാം. ബാക്കിയുള്ളത് ചെറിയ തരികളായിട്ട് അരച്ചെടുക്കാം. ഇത് ഞാൻ ചെറിയ തരികളായിട്ട് അരച്ചെടുത്ത ദാളാണ്. ഇതിൻ്റെ കൂടെ ഞാൻ ഒരു തവി മുഴുവനോടെയുള്ള ദാളും നമ്മൾ കുതിർത്തി വെച്ച മുഴുവനോടെയുള്ള ദാളും ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ നമുക്കിടാൻ വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസാണ് ഒരു 1/4 കിലോ എന്ന് വേണ്ട, അല്ലെങ്കിൽ ഒരു 10-12 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, ആവശ്യത്തിന് എരിവിന് ആവശ്യമുള്ള പച്ചമുളക്, ഞാൻ 5-6 പച്ചമുളക് എടുത്തിട്ടുണ്ട്, അത് അരിഞ്ഞതും, പിന്നെ കുറച്ച് കരിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞതും, അരിഞ്ഞ് അല്ലെങ്കിൽ കൈകൊണ്ട് മുറിച്ചോ ഇടാം. അത്രയും സാധനങ്ങളാണ് ഞാനെടുത്തത്. അതിൻ്റെ ഒപ്പം ഒരു ചെറിയ സവാള ഉള്ളിയുടെ 4/1 ഭാഗം കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. അത് എടുക്കണമെന്നില്ല, അതിന് പകരം നിങ്ങൾക്ക് ചെറിയ ഉള്ളി ഇട്ടാൽ മതി. ഇതെല്ലാം കൂടി ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞ പോണം ഇതിലേക്ക് കുറച്ച് മുറിച്ചെടുത്ത കരിവേപ്പിലയും കൂടി നമുക്കിട്ട് കൊടുക്കാം. ഇനി കൈകൊണ്ട് ഇതെല്ലാം നമുക്ക് നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തു. ഇപ്പോൾ നിങ്ങൾക്ക് ഉപ്പും എരിവെല്ലാം ആവശ്യത്തിനുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഇല്ലെങ്കിൽ കുറച്ചിട്ട് കൊടുക്കാം. ഇതാണ് വെളിച്ചെണ്ണയ്ക്ക് ഒരു എന്ത് എണ്ണ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇതിലേക്ക് നമ്മൾ കുഴച്ചെടുത്ത് വച്ചിരിക്കുന്ന പരിപ്പ് വടയുടെ മിക്സ് ഇതോണം ഉരുട്ടി ആവശ്യത്തിന് അതിൻ്റെ പരിപ്പ് വടയുടെ ഷേപ്പിൽ പരത്തി മീഡിയം ഫ്ലെയിമിൽ നമുക്ക് ഇനി ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ട്രിപ്പിന് ആവശ്യമുള്ള പരിപ്പ് വട നമ്മൾ പരത്തിയിട്ടു. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ ഫ്രൈ ചെയ്യുക. ഒരു സൈഡ് ബ്രൗൺ ആയി കഴിയുമ്പോൾ ഇതുകൊണ്ട് മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് വേവിച്ചെടുത്ത് അതിൻ്റെ പുറകുവശം കരിഞ്ഞുമ്പോൾ ഉള്ളു വേവുകയില്ല. അതുകൊണ്ട് തീ കുറച്ച് മീഡിയം ഫ്ലെയിമിൽ ഇത് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് ഞാൻ മറിച്ചിട്ട് കൊടുത്തിരുന്നു. 2 സൈഡും ഒരുവിധം ബ്രൗൺ ആയിട്ട് വന്നു. അപ്പോൾ ഇത് വെന്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടുപ്പത്തുനിന്ന് എടുക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള മിക്സും കൂടി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം.
നമ്മൾ പരിപ്പ് വടയെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. എൻ്റെ ഉള്ളുവശം മേൽവശം ആവശ്യത്തിന് ക്രിസ്പി ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല രുചിയുമുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു സൂൺ വിത്ത് അനദർ വീഡിയോ.